എടി മോളെ, നീ എന്തോ ഉദ്ദേശിക്കുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒറ്റ വർഷമേ ആകുന്നുള്ളെന്ന് നീ ആലോചിക്കണം. ഇവിടെ ആണെങ്കിൽ ചേരാത്തൊരു സുകുമാരക്കുറുപ്പിന്റെ ഫിഗറും പിടിച്ചോണ്ട് ഒരുത്തൻ ഇവിടെ ഇരുന്ന് വിഷമിക്കുവോ. അമ്മ ദോശ തരാ. ദേ പെണ്ണെ, അയലോക്കാര് മൊത്തവും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദോശ എനിക്ക് ദോശ തരാന്ന് പറഞ്ഞില്ലയോ? ദേ, ജീവിതമാവുമ്പം ചട്ടിയും കലവും പോലെ തട്ടിയും മുട്ടിയെന്നും ഒക്കെ ഇരിക്കും. ചട്ടിയും കലൊക്കെ അവിടെ ഇരുന്ന് തട്ടിമുട്ട, ചട്നി അവിടെ ഇരിക്കണം എന്ന് പറ. അതല്ലയോ ഈ ഇരിക്കുന്നത്? ആണോ? എടാ, ഞാൻ ഇത് ആർക്ക് വേണ്ടിട്ടാ ഈ വിളിക്കുന്നത്? നിനക്ക് വേണ്ടിയാണോ ഞാൻ ഈ വിളിക്കുന്നേ? എനിക്കറിയാം. അവളെന്നാ പറഞ്ഞമ്മ? അവള് വരത്തൊന്നുമില്ല. അവൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. അവൾ അവിടെ ഇരിക്കട്ടെ. ഞാനേ അവക്കടെ കെട്ടിയവനാ. ഞാൻ അവക്കടെ പുരുഷൻ. ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്റെ മോനും എന്റെ മരുമോള് പിണങ്ങി അവന്റെ വീട്ടിലും പോയിരിക്കുവാന്ന്. അതൊന്നും അല്ല കാര്യം. ഇതെന്റെ മരുമോനാ. എന്റെ മോളെ കൊണ്ടുപോയി അവന്റെ വീട്ടിലും നിർത്തിയിട്ട് അവന്റെ അച്ഛനോടും അമ്മയോടും വഴക്കും ഉണ്ടാക്കി എന്റെ കുടുംബത്ത് വന്ന് ഇരിക്കുവോ ഇവൻ. എടാ, ഇങ്ങനെ അച്ഛ വീട്ടിൽ കയറി കിടക്കാൻ നിനക്ക് നാണം ഉണ്ടോടാ? നിനക്ക് നാണം ഉണ്ടോ? ഈ നാട്ടുകാരെന്തോ വിചാരിക്കുവാടാ? ഇതുവരെ നാട്ടുകാർ കേട്ടില്ലേ? തള്ളേറ്റിട്ട് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുവോ? എടാ, ഇതൊക്കെ നാട്ടിൽ കേട്ടുകഴിയുള്ള വല്ല കാര്യമാണോ ഇത്? അല്ല, സാധാരണ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ കുടുംബത്തേക്കേ വന്നേ. ഒരു വെറൈറ്റി കണ്ടന്റ് വേണ്ട. അതല്ലേ ഞാനിവിടെ വന്നിരിക്കണത്. ഭയങ്കര ഒരു വെറൈറ്റി ആയത്. എടാ, അച്ചി വീട്ടിൽ കയറി കിടന്ന് കള്ളച്ചോറും തിന്ന് നടക്കാൻ നിനക്ക് നാണം ഉണ്ടോടാ? എന്താ പറഞ്ഞേ? കള്ളച്ചോറ്? ഇല്ല തള്ളേ, നിങ്ങൾ നല്ല ചോറ് ഉണ്ടാക്കി തരണം. നല്ല ചോറ് എനിക്ക് തിന്നണമെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ കള്ളച്ചോറ് അതിനോട്. ദൈവമേ, ഇനി ഞാൻ വണ്ടിച്ചോറാന്ന് പറയും. നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. നീ അങ്ങ് പോടാ നിന്റെ വീട്ടിലോട്ട്. നീ പോനീ. എനിക്ക് അങ്ങനെ ഇവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പോവും. എനിക്ക് പോവാനറിയാം. ടാറ്റ മക്കള്, ചെല്ല്. ടാറ്റ തന്നതല്ല, ഞാൻ പോവും. എന്തുവാടാ നിന്ന് തിരിഞ്ഞ് കറങ്ങുന്ന? എന്തോത്തിനാ അവിടെ? ഓന്ന് പറഞ്ഞും പോയി. ദൈവമേ, ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ പൊക്കോളാം. ഞാൻ പോവെന്ന് പറഞ്ഞാ പോവും. ഉറപ്പ്. എങ്ങനെ പോവും? എന്തേ? ഞാൻ ആ ചട്നി ചാടി ആ ഷർട്ട് കഴുകാൻ വേണ്ടി വെച്ചേക്കുമല്ലേ. എവിടെ ചട്നി ചാടിയെന്ന്? അപ്പൊ ചട്നി ചാടാത്താണോ കുഴപ്പം? ഇനി കഴുകാലോ. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഇവനോട് കുടുംബത്ത് പോടാന്ന് പറയുമ്പം ഇട്ടിരിക്കുന്ന തുണി വരെ ഊരി വെള്ളത്തിൽ മുക്കി ഇടുന്നവനായവൻ. ഇതെല്ലാം കൂടെ വാരിയിട്ട് ഞാൻ കത്തിക്കും പറഞ്ഞേക്കാം. അയ്യേ, നനഞ്ഞ തുണി കത്തൂലേ. നീ എന്നെ പഠിപ്പിക്കാൻ നീ വരരുത് കേട്ടോ. അതെ, അവളെ വിളിച്ച്. എനിക്ക് സൗകര്യമില്ല, വേണം നീ വിളി. ഓ എന്റെ ദൈവമേ. പൊന്നോ, എന്നാടി ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എങ്ങോട്ട് വരാൻ? ഞാൻ പറഞ്ഞല്ലേ. എന്റെ തന്ത എവിടെ? തന്ത വൈബ്. തന്താസ്, നിങ്ങൾ എന്നാ പറഞ്ഞേ? ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് നരകിക്കുമെന്നോ? നിങ്ങൾ വീട് എന്ന് പറഞ്ഞ് കേട്ടോ? ഇതേ നോക്ക്, ഇതാണ് വീട്. അത് കാരാഗ്രഹം. എനിക്കിവിടെ എന്നൊക്കെ തിന്നാൻ തന്നെ അറിയാമോ? 4 മുട്ട പുഴുങ്ങിയത് ഡെയിലി, ഏത്തപ്പഴം പുഴുങ്ങിയത്, പിന്നെ മുട്ടയും പാലും. അമ്മ ഒരു ഗ്ലാസ് പ്യാലേ. നിങ്ങൾ ഈഗോ അടിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഈഗോ അല്ല പിന്നെ. എടാ അമ്പിളിക്കുട്ട, കഴിഞ്ഞ 1.5 മാസമായിട്ട് നീ ഈ വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം ഈ നീളത്തിലെ ഇവിടെ കറണ്ട് ബില്ല് വന്നോണ്ടിരിക്കുന്നത് അറിയാവോ? അതിനെന്ത് വന്നോ? മര്യാദയ്ക്ക് കൊണ്ടുപോയി ബില്ലടച്ചോണം. ഞാൻ പോവില്ല, എനിക്ക് നാണക്കേടാ. നാണക്കേടോ? എന്തോത്തിന്? പിന്നെ എന്റെ അത്ര നീളമുള്ള കറണ്ട് ബില്ല് കൂട്ടി പോകുന്ന നേരത്തെ ആൾക്കാർ എന്നെ കളിയാക്കുന്നു. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരുത്തനെ ആന്നല്ലോ എന്റെ മോക്ക് മരുമോനായിട്ട് കിട്ടിയത്. എടാ മക്കളെ, നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വല്ല തൊഴിലിന് പോണം. എടാ, ഒരു കൂലിപ്പണിക്കെങ്കിലും ഒന്ന് ഇറങ്ങി പോടാ നീ. ഞാൻ പണിക്ക് പോവാത്താണ് ഇവിടെ പ്രശ്നം. അതൊരു പ്രശ്നമല്ലയോ? നാളെ മുതൽ എനിക്ക് കട്ടിലിന്റെ പണിയാ. കട്ടിലിന്റെ പണിയോ? കട്ടിലിന് എന്നാ പണി? അതൊരു മൂലയ്ക്ക് കിടക്കും. ഞാനും ആ മൂലയ്ക്ക് കട്ടിലുമ്പോ പോയി കിടക്കുക. എനിക്ക് ഭക്ഷണം അങ്ങോട്ട് തന്നായി. നമ്മള് ഹാപ്പി. എടാ, എനിക്ക് ഇപ്പോഴാടാ മനസ്സിലായത്. കഴിഞ്ഞ 1.5 മാസമായിട്ട് നിന്നെ ഒന്നും തിരക്കി ഒരുത്തനും ഈ വീട്ടിൽ വരാത്ത എന്തുകൊണ്ടാന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അമ്മ, ആണ്ട മുറ്റത്ത് കലപ്പയേന്തിയ കർഷകൻ. കലപ്പയേന്തിയ കർഷകനല്ല, നിന്റെ അച്ഛൻ. അതുകൊണ്ടാ വരുന്നത്. എടാ, നിനക്ക് ഇന്ന് അടിയടി പൂരം പൊടിയേരി കഞ്ഞിയാടാ. പൊടിയേരി കഞ്ഞിയാണെങ്കിൽ വൈകുന്നേരം കടുമാങ്ങ ഉണ്ടെങ്കിൽ നമ്മള് പൊളിക്കും. അയ്യോ, എവിടെങ്കിലും ഒരിടത്ത് നിക്ക്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഈ മൊനമ്പ് നോക്കി വന്നപ്പോ തല കറങ്ങണ്. മോഹനം കൊച്ചാട്ടാ. നീ എന്നെ മോഹനം കൊച്ചാട്ടാന്ന് വിളിക്കല്ലേ ഗോമതി. എടാ മോഹന അങ്ങനെയും വിളിക്കരുത്. ഞാനൊരു ബന്ധം പുതുക്കാൻ വേണ്ടി ഇങ്ങോട്ട് കേറി വന്നതല്ല. മോൻ എവിടെ? കഴിഞ്ഞ 1.5 മാസമായിട്ട് നിങ്ങളുടെ കൊച്ചി ഇവിടെ ഉണ്ട്. ഏതെങ്കിലും ഒരുത്തൻ അവിടെ അന്വേഷിച്ചു വന്നോ? അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ അന്വേഷിച്ചു വന്ന് അവനെ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേ. ഞാൻ അന്വേഷിച്ചു വന്നതൊക്കെ ഇമ്മനെ പുളിക്കും കൊണ്ട് തുടങ്ങി. ഞാൻ പാടില്ല മോനെ.
അച്ചായി മോനെ അച്ചായി മോനെ അച്ചായിക്ക് എന്നെങ്കിലും എന്നോട് പറയാനുണ്ടോ? പറയാനുണ്ട്. എന്നാ? നിനക്ക് നാണവും മാനവും ഇല്ലേടാ? എന്റെ അച്ഛനാരാ? ഞാനാ. പിന്നെ ഈ പറഞ്ഞ സാധനം എങ്ങനെ ഉണ്ടാവും? നാണോ മാനോ? നോക്കി ഈ മൊയ്തീന്റെ ഫിഗറുള്ള യവൻ പറയണ കേട്ടാ ഇത്? നീ കേട്ട കോമതി? എടാ ഞാൻ അതല്ല പറഞ്ഞത്. നീ എന്താണ് ഈ അച്ചുവിട്ടി ഇങ്ങനെ കിടക്കാൻ? നിനക്ക് നാണവും മാനവും ഇല്ലേന്ന് പറയണ ആള് ബെസ്റ്റാ. അമ്മച്ചിക്കറിയാമോ, ഞാൻ എന്റെ 5-ാമത്തെ വയസ്സ് വരെ അമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അവിടെ വെള്ളപ്പൊക്കം വന്ന് വീട് ഉൾപ്പെടെ എടുത്തുകൊണ്ടുപോയി. നേരെ ആൾക്കാരൊക്കെ എങ്ങനെ കൂടി സ്കൂളിൽ ക്യാമ്പ് ചെയ്ത് ഒരു കാരണവുമില്ലാതെ വെറുതെ തള്ളിക്കേറി അങ്ങോട്ട് ചെന്നേക്കുക. അവിടെ താമസിച്ച അവസാനം അടിച്ച് പുറത്താക്കിയതായി പുള്ളിനെ. അതോടെ നിന്റെ അമ്മയുടെ പരാതി തീർന്നല്ലേ? എന്ത് പരാതി? സ്കൂളിന്റെ പടിവാതിൽ കണ്ടിട്ടില്ല എന്നുള്ളത്. അയ്യോ ബിരുദധാരിയേ. പാരമ്പര്യമായിട്ട് നിങ്ങൾ അച്ചു വീട്ടിൽ പൊറുതിക്കാരാ എല്ലാവരും അല്ലയോ? മതി, പാരമ്പര്യമായിട്ടല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെന്റെ മോനല്ല. അയ്യ, അതല്ലെന്ന്. ഇത് എന്റെ സ്വഭാവം ഒന്നും യവന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. യവ ഏതേലും കുടുംബത്ത് കേറിയോ ആ കുടുംബം തൊലയ്ക്കാതെ യവ ഇറങ്ങൂല. വെറുതെ പറയണത് ഒരു കാര്യമില്ല, വെറുതെ പറയണം. വെറുതെ പറഞ്ഞോ ഗോമതി? നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുവാണ്. അങ്ങനെ 9 ദിവസം സമൂഹ സദ്യ ഉണ്ടെന്ന്. ആ 9 ദിവസം ഒരു നാണവും ഇല്ലാതെ യവൻ പോയി സമൂഹ സദ്യ തിന്നിട്ട് 10ന്റെ അന്ന് അമ്പലത്തിൽ ചെന്നിട്ട് പറയാം അവന് കുടുംബസ്വത്ത് കൊടുക്കണമെന്ന്. അവസാനം പോറ്റി കിണ്ടിക്കറിഞ്ഞ ഇവനെ ഓടിച്ചത് ഇവനെ. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ എന്റെ മോഹനം കൊച്ചേട്ടാ, കല്യാണത്തിന് മുമ്പ് ഈ ചെറുക്കൻ ഒരു തൊഴിലിനും പോയിട്ടില്ലയോ? ആര് പറഞ്ഞു യവനെ ഞാൻ ദുബായിൽ കയറ്റി വിടാൻ നോക്കിയാടാ നിന്നെ? എന്റെ അമ്മ, ഞാനത് പോവാത്ത എന്റെ കുഴപ്പം കൊണ്ടല്ല. മിനിമം നമ്മൾ നാട്ടിൽ നിന്ന് ഒരു സാധനം ദുബായിക്ക് കയറ്റി വിടണമെങ്കിൽ മിനിമം 30 കിലോ ഭാരം വേണം. അതെനിക്ക് ഇല്ലാത്തത് എന്റെ കുഴപ്പമാണോ? അതും പോട്ടെ, ഇവന് ഈഗോ ആണ് ഭയങ്കര. ഞാൻ വീട്ടിൽ കുളിക്കാൻ കയറുമ്പോ ഇവന് ഭയങ്കര കുളിച്ചിട്ട് അമ്മ ഒന്ന് കേൾക്കണം. ഞങ്ങൾ വീട്ടിൽ കുളിക്കാൻ കയറുമ്പോ ആദ്യം ഈ പുള്ളി കയറും. പുള്ളി കയറിയിട്ട് ഷവർ ഓൺ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും. അതൊക്കെ ഒരു നിസാര കാര്യമല്ലയോ മക്കളെ? ഷവർ നിങ്ങൾക്ക് നിസാരം, എനിക്കത് നയാഗ്ര വെള്ളച്ചാട്ടം. ആ കഥ കറച്ചിട്ടേക്കണ കാരണം ഞാൻ അവിടെ കിടന്ന് കറങ്ങണത്. ഡോറിങ്ങും തുറന്നിറങ്ങി ഒഴുകി പീച്ചി ഡാമിലെത്തിയെ ഞാൻ അറിയാവോ? എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്ത്? നീ വീട്ടിലോട്ട് വരുന്ന 1.5 മാസമായി, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഈ 1.5 മാസമായിട്ട് നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കാറുണ്ട് എന്നെ തിരക്കാട്ട്? ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിന്നപ്പോ തേങ്ങ അടത്താൻ വേണ്ടി തെങ്ങിന് കയറിയപ്പോ തെങ്ങിന്ന് ഞാൻ വീണു. നിന്റെ അമ്മ ഇപ്പൊ ഐസിയൂല. നിങ്ങൾ തെങ്ങ കയറിയനെ എന്റെ അമ്മ ഐശ്വര്യക്കാരൻ എന്തിനാന്ന്? നിന്റെ അമ്മ താഴെ നിന്ന് തേങ്ങ പറക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വന്ന് വീണ നിന്റെ അമ്മയുടെ പെടലില്ലല്ലയോ? അത് കൊള്ളാം. അങ്ങനെ ഒന്ന് സുഖമായിട്ട് വന്നതിന് ശേഷം ഓട് മാറിക്കൊണ്ടിരുന്നപ്പോ നിന്റെ അമ്മ ഇപ്പൊ ഐസിയൂലായി. ഈ ഓട് മാറിയാൽ എന്തിനാ ദൈവമേ എന്റെ അമ്മ ഈ ഐശ്വര്യക്കാരനത്? അല്ല, ഓട് എടുത്തു തന്നോണ്ടിരുന്ന നിന്റെ അമ്മയില്ല. അങ്ങനെ ഓട് തലേ വീണ അമ്മ ഐസു. നീ വരുന്നോടാ വീട്ടിൽ ഓടിടും മറ്റേ? ഞാൻ വരുന്നില്ല, ഞാൻ ഒരു സ്ഥലത്തേക്കും വന്നില്ല. ഈ അച്ചി വീട്ടിൽ കിടക്കാൻ നീ വീട്ടിലോട്ട് പാടാ. പെണ്ണവിടെ കാത്തിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ വരുന്നില്ല. ഉറപ്പാണോ? ഉറപ്പ്. അന്നാ ഞാൻ ഒരു കാര്യം പറയാം. എന്ത്? നീ അങ്ങോട്ട് വന്നില്ലെങ്കിൽ നിന്റെ പെണ്ണും പിള്ളയെ നല്ലൊരു ചെറുക്കനെ കൊണ്ട് ഞാൻ കെട്ടിക്കും. അവക്കും വേണ്ട ഒരു ജീവിതം. എന്തോ പറഞ്ഞു? നല്ലൊരു ചെറുക്കനെ കൊണ്ട് ഞാൻ കെട്ടിക്കും, എന്റെ സ്വത്ത് വെച്ച്. ഉറപ്പാണോ? ഉറപ്പ്. എടാ മക്കളെ അമ്പിളിക്കുട്ട, അങ്ങനാണെങ്കിൽ നീ ഈ പടി ഇറങ്ങി പോരുത്. നീ ഇവിടെ താമസിക്കും. എന്നാന്ന്? ആ മക്കൾ ഇവിടെ താമസിക്കുമെന്ന്. തന്തേ തന്തേ തന്തേ, ഇതാണ് സ്നേഹം കേട്ടോ. ഇങ്ങനെ വേണം മക്കളെ സ്നേഹിക്കാൻ. എന്റെ അമ്മക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാ. എന്റെ സ്നേഹം അറിയാവോ? ആ കട സ്നേഹം. എന്റെ മോക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടാൻ വേണ്ടി ഞാൻ അതങ്ങ് സമ്മതിക്കും. പിന്നെ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. നീ അതിനുശേഷം പുറത്താ, കടക്കു പുറത്ത്. അച്ഛാ അവനാന്ത് ചെയ്യും? അച്ഛ കുച്ച, നീ വീട്ടിലോട്ട് വരുന്നോ അതോ അവളെ വേറെ കെട്ടിച്ചു വിടണോ? എന്നാ രണ്ടുപേരോടും ഞാൻ കൂടി എന്റെ ഒരു തീരുമാനം പറയാം. അച്ഛനാ ബാഗെടുത്തുകൊണ്ട് പറയാം, ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ കാണുവേ. പോണവൻ ഗോമതി, എന്തോ മോനെ കൊച്ചേട്ടാ, നമ്മള് പ്ലാൻ ചെയ്തത് പോലെ തന്നെ നടന്ന്. അല്ലെങ്കിൽ യവ ഈ വീട്ടിൽ പോകൂലെന്ന് എനിക്കറിയാം. അതാണ്